അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ നൗഷൂൻ്റെ വലങ്കൈ കുരുവട്ടൂർ അളിയാക്കാം പമ്പൈസ് മുസ്ലിയാരെ മൂപ്പര് ഓരോ സമയത്തും ഓരോ നിലക്കാണ് വെടിവെക്കുക. അങ്ങനെയാണ്, അതാണ് മൂപ്പരുടെ പ്രത്യേകത. ഒപ്പം പറഞ്ഞത് സമസ്തയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കേട്ട് നോക്കുമ്പോൾ വളരെ രസകരമായ സംഗതി കേട്ടോ. സമസ്തയെ പറയുന്നുണ്ട് നമ്മളെ പമ്പൈസ് മുസ്ലിയാർ. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ആദ്യം സമസ്തയോട് നമ്മളെല്ലാവർക്കും ഒരു ബന്ധമുണ്ടല്ലോ. സമസ്തയോട് നമുക്കെല്ലാവർക്കും ഒരു ബന്ധമുണ്ടല്ലോ. സമസ്തയെ സംബന്ധിച്ച് ഇവൻ പറഞ്ഞത് 40 മൊല്ലാക്കമാരി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ച ആളാണ്. അയാളാണ് പറയണത് ഇപ്പം എന്ത് ചെയ്യണേ, സമസ്തയോട് നമുക്കെല്ലാവർക്കും ഒരു ബന്ധമുണ്ടല്ലോ. ബാക്കി പറയട്ടെ. സമസ്തയുടെ മദ്രസയിൽ പഠിച്ചവരാ നമ്മളൊക്കെ. അത് ഉറപ്പായിട്ട് അങ്ങനെ പഠിക്കന്നെ വേണ്ടി വരും. അതല്ലാതെ കുരുവട്ടൂർ കോമാട്ടുചാടിൽ അദ്ദുവിൻ്റെ കെയറോപ്പിൽ മദ്രസ തുടങ്ങിയിട്ടില്ലല്ലോ. എന്താണ് സമസ്തക്ക് ഇവിടെ ഒരു പ്രത്യേകമായ സ്നേഹം ഉണ്ടാകാൻ കാരണം? സമസ്ത എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് 1926-ലാണ്. സമസ്തക്ക് എന്താണ് ഇത്ര പ്രത്യേകത ഉണ്ടാവാൻ കാരണം? സമസ്ത ഉണ്ടായത് 1926-ലാണ്. 1926 ഉണ്ടായി എന്നുള്ളത് കൊണ്ടല്ല പ്രത്യേകത പൊന്നാരൻ്റെ സമതേ പമ്പൈസോ. 1926 ഉണ്ടായി എന്നുള്ളത് കൊണ്ടല്ല പ്രത്യേകത. അത് അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പണ്ഡിതന്മാരതിനെ വാർത്തെടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് വലിയ വലിയ മഹാന്മാർ കൊണ്ടു നടന്നു എന്നുള്ളത് തന്നെയാണ്. സുന്നത്തെ ജമാഅത്തിനെ കൃത്യമായ രൂപത്തിൽ ചട്ടത്തിലും വട്ടത്തിലും ആക്കിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് പറയാൻ ഒരു നിലക്കും നിനക്ക് അർഹതയില്ല. ഏതായാലും ബാക്കിയും കൂടിയും പറയട്ടെ, എന്നിട്ട് ഓന് സമസ്തയെ പറ്റി പറഞ്ഞത് നമുക്ക് പിന്നീട് കേൾക്കാം. അതേ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് പണ്ഡിതന്മാരുണ്ടാക്കിയത് അതെന്തിനു വേണ്ടിയാ? മുഹ്യിദ്ദീൻ മാല ചൊല്ലണം. അന്നുണ്ടാക്കിയിട്ട് മുഹ്യിദ്ദീൻ മാല ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഹ്യിദ്ദീൻ മാല ചൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സമസ്ത. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ത്വരീഖത്തുകൾ വേണം, ത്വരീഖത്തുകൾ വേണം, കള്ള ത്വരീഖത്തുകളെ എതിർക്കുകയും വേണം. അങ്ങനെയാണ്, അങ്ങനെ പറയാം. മശായിഖന്മാരെ കൈ പിടിക്കണം, അവരുമായി ബന്ധപ്പെട്ട ആ സരണയിൽ നീങ്ങണം എന്ന് പഠിപ്പിക്കാനാണ്. മശായിഖന്മാരെ കൈപിടിക്കണം, അവരുമായി ബന്ധപ്പെട്ട സരണിയിലൂടെ നീങ്ങണം. അതൊക്കെ ഒറിജിനൽ മശായിഖന്മാരെ, ഔലിയാക്കന്മാരെ, അതിനൊക്കെ നീങ്ങുന്നുണ്ട് സമസ്ത. അതിനൊന്നും സമസ്ത എതിരല്ലടോ. അതിനൊന്നും സമസ്ത എതിരല്ല. സമസ്ത കള്ളത്തെരീക്കത്തുകാരെ എതിർക്കും. കള്ളന്മാർ ഞാൻ ഔലിയാണെന്ന് പറഞ്ഞാൽ ഓൻ്റെ കയ്യും കാലൊന്നും പിടിച്ചാൽ ജനങ്ങളെ കിട്ടൂല. അതിന് എൻ്റെ മാതിരിക്കത്തെ കപടന്മാരെ കിട്ടുള്ളൂ, അല്ലാതെ സുന്നത്തമായത്തിൻ്റെ മക്കളെ കിട്ടൂല. അതുകൊണ്ടാണ് കേരള മുസ്ലിമീങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത്. കാരണം അതാ, ഇത് പാരമ്പര്യ വിശ്വാസമാണ്. അതല്ലേ നമ്മുടെ വിശ്വാസം. ഇവൻ പറയുന്നത് കേട്ടാൽ കരുതും സമസ്ത ഉണ്ടാക്കിയ തന്നെ ഈ പിന്നെ ഇവൻ്റെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മാതിരി ഇവൻ്റെ വർത്താനം കേട്ടാൽ തോന്നുക. സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ സുന്നത്യമായത്ത് നിലനിൽക്കാനാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അതിന് രൂപം കൊള്ളുകയും അതിനെ ഇവിടെ വാർത്തെടുക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. അതിൽ വരുന്ന കള്ളന്മാരെ, കള്ളനാണയങ്ങളെ, കള്ളത്തൊട്ടുകളെ എടുത്തെറിയുകയും ചെയ്യും. അന്ന് എടുത്തെറിയുകയും ചെയ്തിട്ടുണ്ട്. ആ കള്ളനാണയങ്ങളെ എടുത്ത് എറിഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഇതിൻ്റെ മുന്നേ പറഞ്ഞ എന്താണ്, സമസ്തയിലുള്ള മൊല്ലാക്കന്മാർ കൂടി തീരുമാനിച്ചാൽ അത് തീരുമാനമാണോ എന്ന് സമസ്തയെ അത്രയും സൂഫിയാക്കന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലോത്ത, ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്ത, ഇതുപോലെ KK അസറത്തിനെ പോലോത്ത വലിയ വലിയ മഹാരഥന്മാരായ വലിയ വൃക്ഷങ്ങളായ വലിയ പണ്ഡിതന്മാരെടുത്ത തീരുമാനത്തെ മൊല്ലാക്കമാരി എന്ന് പറഞ്ഞ് പരിഹസിച്ചതിന് എന്തിനാണ്? അതെന്തിനായിരുന്നു? അത് ഇപ്പോഴത്തെ കള്ളന്മാർ അഥവാ നീ അംഗീകരിക്കപ്പെടുന്ന കള്ളന്മാർ
അന്ന് സമസ്ത എതിർത്ത കള്ളന്മാരെ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? ഇന്ന് കുരുവട്ടൂരി ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ അംഗീകരിക്കുന്ന കള്ളന്മാരെ അക്കാലഘട്ടത്തിലുള്ള സമസ്തയുടെ നേതൃത്വം എന്ത് ചെയ്തിരുന്നു? അവരെ എതിർക്കുകയും പുറത്താക്കുകയും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ ചെയ്ത ആളുകളെ അംഗീകരിച്ചുകൊണ്ടാണ് കുരുവട്ടൂരും അതുപോലെ കുരുവട്ടൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കള്ളത്വരീക്കത്തുകാർ അല്ലെങ്കിൽ കള്ളമശായിഖന്മാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നീ പറഞ്ഞത് സമസ്തയിലുള്ള മൊല്ലാക്കമാരി എന്ന് പറഞ്ഞത്. നീ പറഞ്ഞതാണ്. ഒന്ന് കേട്ടു നോക്കുക. നമുക്കോ പറയുന്നു, ഒന്ന് കേട്ടു നോക്കി സമസ്തനെ പറ്റിയിട്ട് മുൻകാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ. അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പം പൊളിയുന്നത്. ചില ആൾ സമസ്തന്റെ പ്രമേയം പൊളിയ എന്താ പിന്നെ പ്രശ്നം? 40 മല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും വെക്കൂലേ? നിങ്ങൾ സമസ്തന്റെ പ്രമേയം പൊളിയുന്നത്. അപ്പോൾ ചില ആൾക്കാർ അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. ഓൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ചോദ്യം ചെയ്തിരിക്കും. അങ്ങനെ പറയണ്ട, സമസ്തന്റെ പ്രമേയം പൊളിഞ്ഞു എന്ന് പറയണ്ട. അപ്പോൾ ഓൻ തന്നെ മറുപടി അറിയാമെന്ന് വെച്ചാൽ ചില ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താ സമസ്തന്റെ പ്രമേയം പൊളിയണീന് എന്താ പ്രശ്നം? 40 മൊല്ലാക്കന്മാർ കൂടി തീരുമാനിച്ച തീരുമാനം പൊളിയിലേ എന്ന് ഓൻ തന്നെ പറയുകയും ചെയ്യാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ പല ആളുകളും കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകും, പടച്ചോനെ ഇത് റമദാൻ മാസത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും തേജോപനം ചെയ്തുകൊണ്ട് പറയുമ്പോൾ, വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് സമയമോ സന്ദർഭമൊന്നും നോക്കേണ്ടതില്ല. ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ഇവർ ഈ പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് നമ്മളത് അറിയിച്ചു കൊടുക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ 10 വട്ടം പല പ്രാവശ്യവും ഈ കളവ് പറഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് വിശ്വസിച്ചാലോ? അത് കളവാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ഉണ്ടെങ്കിൽ അന്ന് ഇവിടെ തനതായ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിനെ കൊണ്ടു നടക്കാൻ വേണ്ടിക്കൊണ്ടാണ് സമസ്തയുണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഔലിയാക്കന്മാരെ അവരംഗീകരിച്ചു പോന്നു, കള്ളന്മാരെ അവരെതിർത്തു, മാറ്റി നിർത്തി. കള്ളത്വരീക്കത്തുകാരെ മാറ്റി നിർത്തി, ഷംസിയ ത്വരീക്കത്തുകാരെ മാറ്റി നിർത്തി, നൂരിഷിയ ത്വരീക്കത്തുകാരെ മാറ്റി നിർത്തി. ഇങ്ങനെ അനവധി ത്വരീക്കത്തുകാരെയും അതുപോലെ ഞാൻ ഔലിയാണെന്ന് സ്വന്തം ചമഞ്ഞുകൊണ്ട് വന്ന ആളുകളെയും ഒക്കെ മാറ്റി നിർത്തി സമസ്ത. അങ്ങനെ മാറ്റി നിർത്തിയ ആ രൂപത്തിൽ പോരുന്ന ആ പ്രമേയം പൊളിഞ്ഞു എന്നാണ് ഈ പമ്പൈസ് മുസ്ലിയാർ പറഞ്ഞത്. എന്നാലും ഓൻ പറയാ ഇപ്പോൾ സമസ്ത വലിയ സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഈ തൊണ്ടുന്യായം എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളുടെ ജിഫിരി തങ്ങൾ പാപ്പ പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, സമസ്ത ഉണ്ടാക്കിയതും സമസ്തയെ ഔലിയാക്കന്മാരെ അംഗീകരിക്കുന്ന വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജിഫിരി തങ്ങൾ പാപ്പ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ കാണി. അപ്പം നമുക്ക് ശരിക്കങ്ങ് ബോധ്യപ്പെടും സമസ്ത എന്നുള്ളത് എന്തിനു വേണ്ടിക്കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്നാണ് നമ്മൾ അവരെ പറ്റി വിശേഷിപ്പിക്കുന്നത്. അങ്ങനത്തെ പണ്ഡിതന്മാർ സാധാരണ മല്ലക്കോയ തങ്ങളടക്കമുള്ള അന്നത്തെ സാധാത്തുക്കളും അവർ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സംഘടന രൂപീകരിക്കുന്നത് തന്നെ. ഇതിനെ പ്രതിരോധിക്കലായിരുന്നു അന്നത്തെ അതിൻ്റെ രൂപീകരണ പശ്ചാത്തലം. അപ്പം അന്ന് ആ നിലക്ക് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെ തുടർന്ന് പിന്നെ ഇവിടെ ഉണ്ടാവണേ ഇതുപോലുള്ള ഈ ആശയങ്ങളും അതുപോലെ തന്നെ തസവുഫിൻ്റെ പേരിലായി കൊണ്ടിട്ട് ഉള്ള കള്ളത്തെരിയക്കത്തുകൾ, പിന്നെ കള്ള ഷേഖായി ചമഞ്ഞ് സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിട്ട് ജനങ്ങളിലേക്ക് ശരിയായ ഇസ്ലാമിൻ്റെ ആ ദിശയിൽ കൂടി അല്ലാതെ ജനങ്ങളെ സഞ്ചരിപ്പിക്കാൻ ഇവിടെ വന്ന പല തരീക്കത്തുകൾ, അതിനൊക്കെ എതിർക്കപ്പെടേണ്ട ഒരു ബാധ്യത സമസ്തയാളെ ജമീയത്തുൽ ഉലമ ഉണ്ടായി. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ അതിനൊക്കെ എതിർത്തുകൊണ്ടിട്ട് പിന്നെ അവരെ ആശയങ്ങളൊക്കെ ശക്തിയുക്തം എതിർത്ത് പ്രഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും മറ്റൊക്കെ നടത്തിക്കൊണ്ട് ആ
തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സംഗതികൾ ഒന്നും അത് തുറന്നുകൊണ്ടിരിക്കണം. കേട്ടില്ലേ? കുറഞ്ഞ വാക്കുകളെ കൊണ്ട് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആ വിഷയത്തെ പരാമർശിച്ചു. സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് സുന്നത്തമായത്തിനെ നിലനിർത്താനാണ്, സുന്നത്തമായത്തിൻ്റെ വിരുദ്ധരെ തകർക്കാനാണ്, അതുപോലെ തന്നെ കള്ളത്വരീക്കത്തുകാരെ നേരിടാനാണ്, അതുപോലെ കള്ള ഉലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് അവരൊക്കെ നേരിട്ടു. ഇതൊക്കെ പറഞ്ഞു. അതാണ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത്. ഇതിനു വേണ്ടിക്കൊണ്ട് തന്നെയാണ് സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവൻ്റെ കള്ള ഔലിയാക്കന്മാരെ നിലനിർത്താൻ വേണ്ടിക്കൊണ്ടല്ല എന്ന് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്.